നമസ്തേ. പ്രാണായാമത്തിൽ അടുത്തതായി നമ്മൾ അറിയാൻ പോകുന്നത് കപാൽഭാതി പ്രാണായാമത്തിനെ കുറിച്ചാണ്. കപാൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൽ നാസൽ ഏരിയ അല്ലെങ്കിൽ നെറ്റിത്തടം. ഭാതി എന്ന് പറഞ്ഞാൽ ക്ലീനിങ്, തിളക്കുന്ന പോലെയുള്ള ക്ലീനിങ്. അതായത് നമ്മളുടെ ഈ തലച്ചോറിൻ്റെ ഏരിയനെ ഡീടോക്സിഫൈ ചെയ്തുകൊണ്ട് ഒരു തിളക്കം വരുത്തുന്ന വിധത്തിലുള്ള ഗുണങ്ങൾ തരുന്ന പ്രാണായാമമാണ് കപാൽഭാതി പ്രാണായാമം. പ്രാണായാമങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു പ്രാണായാമം കൂടിയാണ് കപാൽഭാതി പ്രാണായാമം. ആക്റ്റീവ് എക്സലേഷൻ, പാസീവ് ഇൻഹലേഷൻ. വളരെ ഫോഴ്സ്ഫുള്ളി, ശക്തിയോടുകൂടി നമ്മൾ ശ്വാസം പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. ശ്വാസം അകത്തേക്ക് വലിക്കുന്നത് വളരെ മിതമായ രീതിയിൽ, അല്ലെങ്കിൽ അകത്തേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വാസം വലിക്കുന്നതേയില്ല, പുറത്തോട്ട് മാത്രം ശ്വാസം തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കപാൽഭാതി പ്രാണായാമം. അപ്പോൾ അത് ചെയ്യേണ്ട വിധം പറയാം. അതിൻ്റെ മുന്നേ അതിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ, അത് കപാൽഭാതി കൊണ്ടുള്ള നിരവധി ഗുണങ്ങളിൽ ചിലത് മാത്രം പറയാം. കൂടുതൽ വിവരങ്ങൾ റൈറ്റപ്പിൽ പുറകെ ഡിസ്ക്രിപ്ഷനിൽ വിടുന്നതായിരിക്കും. കപാൽഭാതി കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ. ഈ ബ്രെയിൻ സെൽസ് ഏരിയ ഡീടോക്സിഫൈ ചെയ്യുന്നു. അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ പുറത്തോട്ട് പുറന്തള്ളപ്പെടുന്നു. കൂടാതെ ലങ്സ് ആക്ടിവേറ്റ് ആവുന്നു. ലങ്സ് ഏരിയ, അതിന് ലങ്സ് അവയവം നല്ല ആക്ടിവേറ്റ് ആവുന്നു. ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടുന്നു. ബോൺ സ്ട്രെങ്ത്, എല്ലിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കുന്നു. അബ്ഡോമിനൽ ഓർഗൻസ്, നമ്മളുടെ അടിവയറ്റിലുള്ള അകത്തുള്ള ആന്തരിക അവയവങ്ങൾ എല്ലാം ഉത്തേജിക്കപ്പെടുന്നു. കൊളസ്ട്രോൾ കുറയുന്നു. ബാഡ് കൊളസ്ട്രോൾ കുറയുന്നു. നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. ഫാറ്റ് റെഡ്യൂസ് ആവുന്നു. കൊഴുപ്പ്, വയറ്, അങ്ങനെ കുംഭകളുള്ളവർ നല്ല ഭംഗിയായിട്ട് കപാൽഭാതി നിത്യം ചെയ്താൽ ആലില വയറായിട്ട് മാറും. അത്രയ്ക്കും എഫക്റ്റീവാണ് കപാൽഭാതി. പിന്നെ ശരീരത്തിൻ്റെ സൈഡിലുള്ള ഫാറ്റ്, തൂങ്ങിക്കിടക്കുന്ന ഫാറ്റ് മുഴുവൻ ഇല്ലാതാവുന്നു. പിന്നെ ദഹനപ്രക്രിയ വർദ്ധിക്കുന്നു. റീപ്രൊഡക്റ്റീവ് പവർ വർദ്ധിക്കുന്നു. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അകത്തുള്ള ടോക്സിൻസ് മുഴുവൻ പുറന്തള്ളപ്പെടുകയും ഓക്സിജൻ ഇൻടേക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു. ധാരാളം ഓക്സിജൻ അകത്ത് ചെല്ലുന്നതോടുകൂടി നമുക്ക് ഒരുവിധം രോഗങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്നു. ക്യാൻസർ പോലും മാറ്റാൻ കഴിവുള്ള ഒരു വളരെ അത്ഭുതകരമായ സിദ്ധിയുള്ള കഴിവുള്ള ഒരു പ്രാണായാമമാണ് കപാൽഭാതി പ്രാണായാമം. ഇനിയും ധാരാളം ഗുണങ്ങളുണ്ടായിരിക്കും. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് ഡിസ്ക്രിപ്ഷനിൽ റൈറ്റപ്പിൽ അയക്കാം. പിന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വായിച്ച് പഠിക്കാം, നെറ്റിൽ നോക്കി പഠിക്കാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി നമ്മൾ നേരെ നീണ്ടു നിവർന്നിരിക്കുക. സുഖാസനം, അർദ്ധപത്മാസനം, പത്മാസനം, വജ്രാസനം, ഏത് പൊസിഷനാണ് ഈ യോഗ അഭ്യസിക്കുന്ന ആൾക്ക് സ്യൂട്ടബിൾ, സുഖകരം,
അല്ലെങ്കിൽ കൺവീനിയൻറ്റ്, ഏതാണ് കൂടുതൽ സൗകര്യപ്രദം, അത് തിരഞ്ഞെടുക്കുക. ഈ ഒരു പൊസിഷൻ നമ്മൾ ഇരുന്നു കൊണ്ട് ഇടയ്ക്ക് വെച്ച് മാറ്റണമെങ്കിൽ മാറ്റാം. കപാൽഭാതി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു 3 മിനിറ്റെങ്കിലും ചെയ്യേണ്ട ഒരു പ്രാണായാമമാണ്. അപ്പോൾ ഓരോ മിനിറ്റ് വീതം ചെയ്യാം. ഓരോ മിനിറ്റിന് ശേഷം നമ്മളുടെ ഇരിക്കുന്ന പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിലത്തിരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ കസേരയിലോ സോഫയിലോ കട്ടിലൊക്കെ ഇരിക്കാം. നീണ്ടു നിവർന്നിരിക്കാം, നട്ടെല്ല് നിവർന്നിരിക്കണം എന്ന് മാത്രം. ആദ്യമായി നേരെ ഇരിക്കുക. ഞാൻ ഇരിക്കുന്ന പൊസിഷൻ സുഖാസനാണ്. ഈ സിദ്ധാസനത്തിൽ ഇരിക്കാം. സിദ്ധാസനം, അർദ്ധപത്മാസനം, പത്മാസനം, വജ്രാസനം, ഏത് പൊസിഷനിൽ വേണമെങ്കിൽ ഇരിക്കാം. നിവർന്നിരിക്കുന്നു. ആദ്യം തുടക്കത്തിൽ സാധാരണ ശ്വാസോച്ഛ്വാസം നടത്തുക. ഡീപ്പ് ഇൻഹലേഷൻ, ഡീപ്പർ ആൻഡ് ലോങ്ങർ എക്സലേഷൻ. വളരെ ആഴത്തിൽ നമ്മൾ ശ്വാസം എടുക്കുക. അതുപോലെ വളരെ ദീർഘമായ ശ്വാസം പുറത്തോട്ട് വിടുക. ഓരോ ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോഴും നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, നമ്മൾ അകത്ത് വലിക്കുന്ന ഈ പ്രാണവായു, ശുദ്ധമായ ഓക്സിജൻ നമ്മളുടെ അകത്തോട്ട് ചെല്ലുന്നു. ഈ ശുദ്ധമായ ഓക്സിജൻ, ഈ പ്രാണവായു, അതിൻ്റെ കൂടെ നമുക്ക് പോസിറ്റീവ് എനർജിയും ലഭിക്കുന്നു. ഈ പ്യുവർ ഓക്സിജൻ പ്ലസ് പോസിറ്റീവ് എനർജി, ഇത് രണ്ടും അകത്ത് ചെല്ലുന്നത് വഴി നമുക്ക് റിജുവിനേഷൻ കിട്ടുന്നു, എനർജൈസ് ആവുന്നു നമ്മൾ. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ ഓരോ നിശ്വാസവും ശ്വാസവും പുറത്തോട്ട് വിടുമ്പോൾ നമ്മളുടെ ദേഹത്തുള്ള എല്ലാ ടോക്സിനുകളും പുറത്തോട്ട് തള്ളപ്പെടുന്നു. അതിൻ്റെ കൂടെ നെഗറ്റീവ് എനർജിയും പുറത്തോട്ട് തള്ളപ്പെടുന്നു. ഈ വസ്തുത അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ. ഇൻഹേൽ, എക്സേൽ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ നോർമൽ ഭസ്ത്രിക പ്രാണായാമം നടത്തിയതിനു ശേഷം നമുക്ക് കപാൽഭാതി തുടങ്ങാം. കപാൽഭാതി എങ്ങനെ തുടങ്ങണം? ആക്റ്റീവ് എക്സലേഷൻ, ശക്തിയോടുകൂടി ശ്വാസം പുറത്തേക്ക് തള്ളുക. എങ്ങനെയാണ് തള്ളുക? നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മൾ സങ്കല്പിക്കുക, പെട്ടെന്നൊരു ചെറിയൊരു ഈച്ച അല്ലെങ്കിൽ പ്രാണി നമ്മളുടെ പറന്നു വന്ന് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുക. പെട്ടെന്ന് മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ കൈ ഉപയോഗിക്കാതെ, കൈ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് അതിനെ പിഴിഞ്ഞ് കളയും അല്ലെങ്കിൽ എടുത്ത് കളയും. കൈ ഉപയോഗിക്കാതെ നമ്മൾ അതിനെ എങ്ങനെ പുറത്തോട്ട് തള്ളും? നമ്മൾ വളരെ ശക്തിയായ ശ്വാസത്തോടു കൂടി നമ്മൾ പുറത്തോട്ട് അതിനെ തള്ളിക്കളയാം. അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക, പെട്ടെന്ന് ഒരു വളരെ കട്ടിയായ ദുർഗന്ധം വരികയാണ്. നമ്മളെന്ത് ചെയ്യും? ഈ ദുർഗന്ധം അല്ലെങ്കിൽ ഈ ഈച്ച ഇതൊക്കെ വന്നിരിക്കും. നമ്മളൊരിക്കലും ശ്വാസം അകത്തേക്ക് വലിക്കില്ല. ശ്വാസം അകത്തേക്ക് വലിച്ചാൽ ഈച്ച നേരെ ശിരസിൽ കയറി പോവും, അല്ലെങ്കിൽ ദുർഗന്ധം നമ്മളുടെ ശിരസിൽ കയറി പോവും. നമ്മൾ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? അതുപോലെ തന്നെയാണ് കപാൽഭാതിയിൽ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ശക്തിയോടുകൂടി ശ്വാസം പുറത്തോട്ട് വിടുന്നു. ശ്വാസം വളരെ ശക്തിയോടുകൂടി പുറത്തോട്ട് തള്ളിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ നമ്മളുടെ വയറ് ഓട്ടോമാറ്റിക്കലി പുറകിലോട്ട് ചെന്ന്
നമ്മളുടെ നട്ടലിൽ പോയി മുട്ടുന്ന പോലെ പുറകിലോട്ട് വലിയുന്നു. ഇത് രണ്ടും ഒരേ സമയം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ പണ്ട് ബസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഹോൺ ഉണ്ട്, റബ്ബറിൻ്റെ ഒരു ഹോൺ. അത് ഇങ്ങനെ അമർത്തുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് പോകുന്നു, എങ്ങനെ ശബ്ദം പുറത്തു പോകുന്നു, അതുപോലെ നമ്മൾ വയറ് നമ്മൾ ഞെക്കുമ്പോൾ വയറ് ഞെക്കിക്കൊണ്ട് ആ കാറ്റ് മൂക്കിൽ കൂടെ എങ്ങനെ പുറത്തു പോകുന്നു അതുപോലെ ആയിരിക്കണം മൂവ്മെന്റ്. അല്ലാണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ വയറിങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയല്ല. ഓട്ടോമാറ്റിക്കലി വയറ് കൈ വേണമെങ്കിൽ വെച്ചുകൊണ്ട് ചെയ്യാം. ആ വയറിന്റെ മൂവ്മെന്റ് അറിയാനായിട്ട് വയറ് പുറകിലോട്ട് പോകുന്നതോടൊപ്പം ശ്വാസം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ശ്വാസം പുറത്തു പോകുന്നതിൻ്റെ എഫക്റ്റായിട്ട് വയറ് ഏത് വിധേന പുറത്തോട്ട് വലിയുന്നു, അതേ വിധേന വയറ് അമരുന്നതിൻ്റെ ആ ഒരു റിസൾട്ടായിട്ട് മൂക്കിൽ കൂടെ ശ്വാസം വരുന്നു എന്നുള്ള രണ്ടും ഒരു കോ റിലേറ്റഡ് ആണ് എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈച്ച അകത്തേക്ക് കയറരുത്, അതിനെ നമ്മൾ പുറന്തള്ളണം എന്നുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടി ശ്വാസം ശക്തിയോടുകൂടി തള്ളിക്കൊണ്ടിരിക്കുക. അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ്ലി അറ്റ് ദ റേറ്റ് ഓഫ് 1 per second. തുടർച്ചയായിട്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 50 അല്ലെങ്കിൽ 60 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. തുടക്കക്കാര് 20-25 ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 20-25 എണ്ണമുള്ള ഒരു സെഷൻ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ചെയ്ത് കാണിച്ചു തരാം. സ്ലോലി കം ബാക്ക്. പതുക്കെ ശ്വാസം നോർമലൈസ് ചെയ്യാം. വീണ്ടും പൂർവ്വസ്ഥിതിയിൽ ശ്വാസം ഡീപ്പ് ഇൻഹലേഷൻ, ഡീപ്പർ ആൻഡ് ലോങ്ങർ എക്സലേഷൻ. ഇങ്ങനെ തുടക്കത്തിൽ ഒരു 20-25 കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇരുപത് 25 പതുക്കെ പതുക്കെ അതിൻ്റെ എണ്ണം കൂട്ടാം. 30-35 ആക്കുക, പിന്നെ 40-45, അങ്ങനെ ഒരു ഏകദേശം 50-60 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു റൗണ്ടിൽ 50 to 60 സ്ട്രോക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു സെറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വിശ്രമിക്കുക, കുറച്ച് നേരം നോർമൽ ബ്രീത്തിങ്ങിൽ വിശ്രമിക്കുക. അങ്ങനെ ഒരു 3-4 റൗണ്ട് കപാൽഭാതി ചെയ്താൽ വളരെ ഉത്തമം. ഇനി ഈ കപാൽഭാതി ഭംഗിയായിട്ട് ചെയ്താലോ, നമ്മളൊരു 3 മിനിറ്റ് കപാൽഭാതി ഭംഗിയായിട്ട് ചെയ്താൽ 3 കിലോമീറ്റർ നമ്മൾ വേഗത്തിൽ നടക്കുന്നതിന് തുല്യമാണ്. അത്രയ്ക്കും എഫക്റ്റ് കിട്ടുന്ന, ശരീരത്തിന് മുഴുവൻ എഫക്റ്റ് കിട്ടുന്ന ഒരു പ്രാണായാമമാണ് കപാൽഭാതി. പിന്നെ അത് ചെയ്യുന്ന സമയത്ത് മുഖം പ്രസന്നമായിരിക്കണം. എൻ്റെ മുഖത്ത് ചിലപ്പോൾ ഭാവവ്യത്യാസങ്ങൾ കാണുന്നുണ്ടായിരിക്കാം, പക്ഷേ സാധാരണ നിലയ്ക്ക് അങ്ങനെ പാടില്ല. വളരെ സ്മൈലിംഗ് ഫേസ് ആയിരിക്കണം.
ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്പർ ഓഫ് സ്ട്രോക്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചില ആൾക്കാർക്ക് 20 എണ്ണം ചെയ്യാം കണ്ടിന്യൂസ്ലി, ചില ആൾക്കാർക്ക് 30, 40, 50, 60 ചെയ്യാം, ചില ആൾക്കാർക്ക് വളരെ സ്പീഡിൽ ചെയ്യാം, ചില ആൾക്കാർക്ക് പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മിതമായിട്ട് തുടങ്ങുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഹൈ BP, ഹൃദ്രോഗമുള്ളവർ, അവരെല്ലാം വളരെ മൈൽഡായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. കാരണം ചില ആൾക്കാർക്ക് ചെയ്താൽ അതിൻ്റെ ദോഷഫലങ്ങളുണ്ടായിരിക്കും. എന്തെങ്കിലും അടുത്തിടെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ, സർജറി കഴിഞ്ഞ ആൾക്കാർ, മറ്റുള്ള കലശലായിട്ടുള്ള തലവേദനയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെർണിയ തുടങ്ങിയ അസുഖമുള്ള ആൾക്കാർ, അവരെല്ലാം ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. സ്പീഡ് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യുക. ഇത് 1 സെക്കൻഡിൽ 1 എന്നുള്ളതൊരു ആവറേജ് സ്പീഡാണ്. എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ അതിനേക്കാളും കുറഞ്ഞ സ്പീഡിൽ ചെയ്യാം. വളരെ ഊർജ്ജസ്വലരായ ആൾക്കാർക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇങ്ങനെ സ്പീഡിലും ചെയ്യാം. പക്ഷേ തുടക്കക്കാർ ഈ സ്പീഡിൽ, ഓവർ സ്പീഡിൽ ചെയ്യുന്നത് പരീക്ഷിക്കണ്ട. ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. തുടക്കം എപ്പോഴും മിതമായിട്ട് മതി. അപ്പോൾ ഈ കപാൽഭാതി എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിശിഷ്ടമായ ഒരു പ്രാണായാമമാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്ത ആക്റ്റീവ് ഭസ്ത്രിക പ്രാണായാമം, അല്ലെങ്കിൽ നോർമൽ ഭസ്ത്രിക, അല്ലെങ്കിൽ ആക്റ്റീവ് ഭസ്ത്രിക, ഇത് ചെയ്തതിന് ശേഷം കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കപാൽഭാതി ചെയ്യാം. തുടക്കത്തിൽ ഇത് രണ്ടും ചെയ്താൽ മാത്രം മതി. നല്ലൊരു പാക്കേജ് ആയിരിക്കും. അത് ഭംഗിയായിട്ട് ചെയ്താൽ തന്നെ പ്രാണായാമത്തിലൊരു 40% ആയി എന്ന് പറയാം. ഇനിയും ധാരാളം പ്രാണായാമങ്ങളുണ്ട്. അപ്പോൾ കപാൽഭാതി കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ എല്ലാവരും പഠിക്കുക. പിന്നെ ഇതുവരെ അയച്ച യോഗ ക്ലിപ്സിൽ പറഞ്ഞതെല്ലാം ദിവസവും പരിശീലിക്കുക. ഇതെല്ലാം ഒരുമിച്ചാക്കിക്കൊണ്ടുള്ള ഒരു ക്ലിപ്പ് അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായി യോഗ ഒരു ദിനചര്യയായിട്ട് മാറ്റുക. ഇപ്പം എന്ത് പഠിച്ചു അത്രയ്ക്കെങ്കിലും ദിവസവും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അത്ര ചെയ്താൽ, അത് തന്നെ ഭംഗിയായിട്ട് ചെയ്താൽ ധാരാളം മതി. ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യാം. തൽക്കാലം ഇത്രമാത്രം. നമസ്തേ.